ഓം ശാന്തി. ഞാൻ ഒരു ചൈതന്യ ശക്തി ജ്യോതി സ്വരൂപ ആത്മാവാണ്. മനസ്സും ബുദ്ധിയും സംസ്കാരവും എൻ്റെ സൂക്ഷ്മ ശക്തികളാണ്. പരംപിത പരമാത്മാ എനിക്ക് സത്യജ്ഞാനം നൽകി. ജ്ഞാനത്തിൻ്റെ മൂന്നാം നേത്രം നൽകി ത്രിനേത്രിയാക്കിയിരിക്കുന്നു. സൃഷ്ടിചക്രത്തിൻ്റെ ജ്ഞാനം നൽകി സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം നൽകി ത്രികാലദർശിയാക്കി. ഞാൻ എൻ്റെ ജ്ഞാനനേത്രത്തിലൂടെ 3 കാലങ്ങളെയും കാണുന്നു. ഞാൻ ത്രികാലദർശി ആത്മാവായിരിക്കുന്നു. ബുദ്ധിരൂപി നേത്രത്തിന് മുന്നിൽ സൃഷ്ടിയുടെ ചക്രം തിരിയുന്നു. ഇപ്പോൾ ഈ സൃഷ്ടി നാടകത്തിൽ അന്തിമ ദൃശ്യം നടക്കുകയാണ്. ഞാൻ ആത്മാ ഇപ്പോൾ സംഗമയുഗത്തിലിരിക്കുന്നു. ഇത് പവിത്ര സംഗമ സമയമാണ്. പരംപിത ജ്ഞാനസാഗർ ശോഭിത പരമധാമത്തിൽ നിന്നും സൃഷ്ടിയിൽ അവതരിച്ച് എനിക്ക് സത്യഗീത ജ്ഞാനം നൽകിയിരിക്കുന്നു. ജ്ഞാനസാഗര ബാബ എന്നെ മാസ്റ്റർ ജ്ഞാനസാഗരനാക്കി. ഞാൻ ത്രിനേത്രി ത്രികാലദർശിയാണ്. ഇപ്പോൾ എനിക്ക് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനമുണ്ട്. എൻ്റെ ബുദ്ധിയിൽ പൂർണ്ണ സൃഷ്ടി നാടകം സ്പഷ്ടമാണ്. ഞാനിപ്പോൾ 3 ലോകത്തെയും അറിഞ്ഞു കഴിഞ്ഞു. ഞാൻ അനാദികാലത്തിൽ നിരാകാരിയായി പരമധാമ നിവാസിയായിരുന്നു. ബ്രഹ്മലോകത്തിൻ്റെ അധികാരി ശിവബാബയുടെ കുട്ടിയാണ്. സൃഷ്ടിയുടെ ആദികാലത്തിൽ ഞാൻ സ്വർഗത്തിൻ്റെ അധികാരിയായിരുന്നു. ഇപ്പോൾ സംഗമയുഗത്തിൽ ഞാൻ ബാപ്ദാദയുടെ കുട്ടി സൂക്ഷ്മലോകത്തിൻ്റെ അധികാരിയാണ്. ത്രിലോകീനാഥനാണ്. 3 ലോകത്തെയും ഞാൻ അറിയുന്നു. ഞാൻ ത്രിനേത്രിയാണ്, ത്രികാലദർശിയാണ്, ത്രിലോകീനാഥനാണ്. ബാബ അമരനാണ്. എനിക്ക് 3-ാം നേത്രം നൽകി 3 കാലങ്ങളെയും 3 ലോകങ്ങളെയും മനസ്സിലാക്കി തന്നു. പഠിപ്പിൻ്റെ ആധാരത്തിൽ ഞാൻ ആത്മാവിന് ആത്മീയ അച്ഛൻ സമ്പത്ത് നൽകുന്നു. ദേഹാഭിമാനത്തെ ഉപേക്ഷിച്ച് ദേഹി അഭിമാനിയാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. അമരനാഥനായ ബാബ അമരലോകത്തിലേക്ക് കൊണ്ടുപോകുന്നതിനു വേണ്ടി ഈ മൃത്യുലോകത്തിൽ കഥ കേൾപ്പിക്കുന്നു.
3 കഥകളാണ്: അമരകഥ, സത്യനാരായണന്റെ കഥ, മുക്കണ്ണിന്റെ കഥ. 3 ലോകത്തെക്കുറിച്ചും 3 കാലത്തെക്കുറിച്ചും അറിയാൻ കഴിഞ്ഞു. ഞാൻ ത്രികാലദർശിയാകുന്നു. ആത്മീയ അച്ഛൻ്റെ കുട്ടിയായി ആത്മീയ അച്ഛനിൽ നിന്നും ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഒരു പ്രാവശ്യം മാത്രം ബാബ സത്യകഥ കേൾപ്പിച്ച് സത്യഖണ്ഡത്തിൻ്റെ അധികാരിയാകുന്നു. ഇത് ശിവബാബയുടെ ജ്ഞാനയജ്ഞമാണ്. ഈ രുദ്രജ്ഞാനയജ്ഞമാണ് അന്തിമയജ്ഞം. ബാബ എനിക്കു വേണ്ടി പുതിയ ലോകമുണ്ടാക്കുന്നു. അപ്പോൾ തീർച്ചയായും പഴയ ലോകം അവസാനിക്കും. ബാബ എന്നെ പുതിയ ലോകത്തിന് അർഹനാക്കുകയാണ്. ഞാൻ ആത്മബിന്ദുവാണ്. എന്നിൽ തന്നെയാണ് 84 ജന്മങ്ങളുടെ പാർട്ടടങ്ങിയിട്ടുള്ളത്. ഞാൻ ഭൃഗുടി മധ്യത്തിൽ ആസനസ്ഥനാണ്. ആത്മാവിനെ ദിവ്യദൃഷ്ടിയിലൂടെ കാണുന്നു. ഞാൻ അമരലോകത്തേക്ക് പോകാൻ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാബ അരകൽപ്പത്തേക്ക് എന്നെ എല്ലാ ദുഃഖത്തിൽ നിന്നും മുക്തമാക്കുന്നു. ഈ ബാബയെ ഞാൻ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ആത്മീയ അച്ഛനിൽ നിന്നും പൂർണ്ണ സമ്പത്തെടുക്കുന്നു. സത്യഖണ്ഡത്തിൻ്റെ അധികാരിയായി മാറുന്നതിന് സത്യമായ കഥ കേൾക്കണം, കേൾപ്പിക്കണം. ഏത് അച്ഛനിൽ നിന്നാണോ പൂർണ്ണ സമ്പത്ത് ലഭിക്കുന്നത് ആ അച്ഛനെ ഓർമ്മിക്കണം. പഴയ ലോകത്തിന് തീപിടിക്കാൻ പോവുകയാണ്. അതിനാൽ ഇതിനെ കണ്ടിട്ടും കാണാതിരിക്കണം. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. സൈലൻസിൻ്റെ ശക്തിയിലൂടെ തൻ്റെ രജിസ്റ്ററിനെ ശുദ്ധമാക്കി വെക്കുന്ന ലോകപ്രിയരും പ്രഭുപ്രിയരുമാകുന്നു. ഞാൻ സൈലൻസിൻ്റെ ശക്തിയിലൂടെ എൻ്റെ രജിസ്റ്ററിനെ ദിവസവും വൃത്തിയാക്കുന്നു. അപ്പോൾ പ്രഭുപ്രിയരും ദൈവിക ലോകപ്രിയരുമായി മാറും. സത്യതയും ശുദ്ധതയും എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ഒരു ദിവസത്തെ ചെയ്തുപോയ വ്യർത്ഥ സങ്കല്പങ്ങളും വ്യർത്ഥ കർമ്മങ്ങളും അടുത്ത ദിവസത്തേക്ക് ലീക്കാവുക പോലും ചെയ്യരുത്. കഴിഞ്ഞതിനെ കഴിഞ്ഞതെന്ന് മനസ്സിലാക്കി ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. അപ്പോൾ രജിസ്റ്റർ ക്ലീൻ ആകുന്നു. ഈശ്വരൻ പ്രീതിപ്പെടുന്നു. വ്യർത്ഥ സങ്കല്പം ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വ്യർത്ഥ സങ്കല്പങ്ങൾ ചെയ്യാൻ നിമിത്തമാവുക, ഇതും അപവിത്രതയാണ്. ഓം ശാന്തി.